സങ്കടങ്ങളൊന്നും അവസാനിക്കുന്നില്ലല്ലോ ദേവി. വന്ദനമോളുടെ ജീവിതം കരയ്ക്കടക്കുന്നുമില്ല. ചന്ദ്രുവിന് വച്ചുകൊടുക്കാന്ന് പറഞ്ഞ വീട് ഇപ്പോഴും സ്വപ്നമായി തന്നെ നിൽക്കുകയാണ്. അച്ഛാ, എന്താ ഇത്? അച്ഛനെന്തിനാ സങ്കടപ്പെടുന്നേ? ഒന്നുമില്ല മോളെ. അച്ഛൻ നിന്റെ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിരുന്നു. അത് നിറവേറ്റിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛാ, ഒരു വീട് കെട്ടിക്കൊടുക്കുന്നതിലല്ല അച്ഛാ ഒരു ഭർത്താവ് ജയിക്കുന്നത്. ഭാര്യയുടെ മനസ്സിൽ സന്തോഷം പകർന്നു നൽകുമ്പോഴാ. ആ കാര്യത്തിൽ എന്റെ അച്ഛൻ വിജയിച്ചയാളാ. നമ്മുടെ ജീവിതത്തിൽ വിജയം എന്നുണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചതിന്റെ വിജയമാ. എല്ലാം ദേവി കാണുന്നുണ്ട്. എല്ലാത്തിനും മാറ്റുണ്ടാവും. ആ, ദേവി കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ കരകയറാൻ ഒരു വഴിയും ദേവി കാണിച്ചു തരുന്നില്ലല്ലോ മോളെ. കമ്പനിയിൽ നിന്ന് പിരിയുമ്പോ അച്ഛനൊരു നല്ല തുക കിട്ടില്ലേ? കിട്ടും. അത് ദേവി കാണിച്ചെന്നൊരു വഴിയല്ലേ? ആ തുക കൊണ്ട് സ്വന്തമായൊരു വീട് പണി തുടങ്ങണമെന്നല്ലേ അച്ഛന്റെ ആഗ്രഹം? ദേ, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ആ തുക കൊണ്ട് വീട് പണി തുടങ്ങാനേ പറ്റൂ, പൂർത്തിയാക്കാനൊന്നും പറ്റില്ല. ഇനി അങ്ങോട്ട് കമ്പനിയിൽ നിന്ന് പെൻഷനും കിട്ടില്ല. അപ്പൊ പിന്നെ ജീവിത ചെലവിന്റെ കാര്യവും മുട്ടിപ്പോവും. അങ്ങനെ എല്ലാ പ്രശ്ന പരിഹാരങ്ങളും ഒന്നിച്ച് ചിന്തിക്കരുതച്ചാ. ആദ്യം വീട് പണി തുടങ്ങ, ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പിന്നീട് ചിന്തിക്കാം. മോളെ, നിനക്കൊരു കല്യാണം, അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ടച്ചാ. ആ ചുമതല അച്ഛനെ നിന്ന് മാറ്റി ഞാനിപ്പോ ദേവിയെ ഏൽപ്പിച്ചിരിക്കാം. കല്യാണം ഇല്ലാത്ത ജീവിതമാണെങ്കിൽ അങ്ങനെ, കല്യാണം വിധിച്ചിട്ടുണ്ടെങ്കിൽ ദേവി തന്നെ അത് നടത്തിത്തരും. ഈശ്വര, അവളും നിന്നിലാ വിശ്വസിച്ചിരിക്കുന്നത്. എന്റെ കണ്ണാടയും മുമ്പ് അവള് നല്ലൊരാളുടെ കൈപിടിച്ചു കൊടുക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരണേ.